തുടങ്ങാല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 6. നമ്മൾ ഇന്നലെ 18 ശ്ലോകങ്ങളാണ് കണ്ടത്. ബ്രഹ്മാവ് മറ്റ് ദേവന്മാരും പിതൃദേവന്മാരും പ്രജാപതിമാരും ഒരുമിച്ച് മഹാദേവനെ സംതൃപ്തനാക്കാനായിട്ട് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ശരണാഗതി അടഞ്ഞ് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ച് ആ ഒരു ശരണാഗതി അടയുക, അത് മാത്രമേ ഉള്ളൂ ഭഗവാനെ സമാധാനിപ്പിക്കാനായിട്ടുള്ള ഒരു പരിഹാരം എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞപ്പോൾ അതിനായിട്ട് അവരെല്ലാവരും കൈലാസത്തിലേക്ക് പോകുമ്പോൾ അവർ കാണുന്ന കൈലാസം, ആ കൈലാസ വർണ്ണനയാണ് നമ്മൾ ഇന്നലെ കണ്ട് തുടങ്ങിയത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കണ്ടത് കൈലാസം ഒരുപാട് നിരവധി സിദ്ധന്മാരാൽ ആവരണം ചെയ്യപ്പെട്ടാണ് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് അല്ലേ. ജന്മം കൊണ്ടും തപശക്തി കൊണ്ടും മന്ത്രജപം കൊണ്ടും യോഗ സാധന കൊണ്ടും ഒക്കെ ആ സിദ്ധി നേടിയ സിദ്ധന്മാരാൽ ആവരണം ചെയ്യപ്പെട്ടാണ് കൈലാസപർവ്വതം നിൽക്കുന്നത്. പിന്നെ പല വിധത്തിലുള്ള പർവ്വതങ്ങൾ, മണിരത്നങ്ങളൊക്കെ ഉള്ള പർവ്വതങ്ങൾ, അതുപോലെ തന്നെ പല വിധത്തിലുള്ള മൃഗങ്ങൾ, ചെടികൾ, വള്ളിച്ചെടികൾ, വൃക്ഷങ്ങളും ഒക്കെ കൈലാസത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ പരിശുദ്ധമായ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ സിദ്ധന്മാർ അവരുടെ പത്നിമാരോടൊപ്പം അവിടെ നിരവധി ഗുഹകളുണ്ട്, അതിലൊക്കെ വെള്ളച്ചാട്ടങ്ങളുണ്ട്, കൊടുമുടികളുണ്ട്. അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സിദ്ധന്മാർ പത്നിമാരോടൊപ്പം വസിക്കുന്ന ഒരിടം കൂടിയായിരുന്നു കൈലാസം. പിന്നെ പല വിധത്തിലുള്ള പക്ഷികളുടെ, മയിലുകളുടെ, കുയിലുകളുടെ, തേനീച്ചകളുടെയൊക്കെ ശബ്ദം, പല പക്ഷികളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. അതുപോലെ പല അവിടെയുള്ള കൈലാസത്തിലുള്ള വൃക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈ ഉയർത്തി നിൽക്കുന്ന പോലെയാണെന്ന്. ശിഖരങ്ങൾ അത്രയ്ക്കും ഉയരത്തിലാണ്. അപ്പോൾ പക്ഷികളെ മാടി വിളിക്കുകയാണ് വന്നിരിക്കാൻ എന്നതുപോലെയാണ് കൈലാസത്തിലെ വൃക്ഷങ്ങൾ. പിന്നെ ആ വൃക്ഷങ്ങളുടെ ഒരു പ്രത്യേകത ഇവിടെ വർണ്ണിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്ത് ചോദിച്ചാലും തരുന്ന, അതായത് കൽപ്പവൃക്ഷം പോലെ എന്താഗ്രഹവും സാധിച്ചു തരുന്ന വൃക്ഷങ്ങളായിരുന്നു കൈലാസത്തിൽ കണ്ടിരുന്നത്. പിന്നെ ജലപ്രവാഹങ്ങളുടെ ശബ്ദവും ഉണ്ടായിരുന്നു. പിന്നെ പല വിധത്തിലുള്ള മന്ദാരം, ചെടികൾ, പൂച്ചെടികൾ, ധാരാളം മുല്ലകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ എന്താ പറയുക, പ്ലാവ്, അത്തി, അവിടെയുള്ള വൃക്ഷങ്ങൾ, അരയാൽ, പേരാൽ എന്നൊക്കെ പറഞ്ഞ് നിരവധി വൃക്ഷങ്ങളും കൈലാസത്തിൽ ഉണ്ടായിരുന്നു. അതുവരെയാണ് നമ്മൾ 18 ശ്ലോകങ്ങളാണ് കണ്ടു നിർത്തിയത്. ഇനിയും കൈലാസ വർണ്ണന തുടരുകയാണ്. 19ഉം 20ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച്. കുമുദ ഉത്പല കൽഹാര ശതപത്ര വന ഋദ്ധിഭിഹി നളിനീഷു കളം കൂജദ്ഗഗ വൃന്ദ ഉപശോഭിതം മൃഗൈഹി ശാഖാമൃഗൈഹി ക്രോഡൈഹി മൃഗേന്ദ്രൈഹി ഋക്ഷ ശല്യഗൈഹി ഗവയൈഹി ശരഭൈഹി വ്യാഘ്രൈഹി രുരുഭിഹി മഹിഷാദിഭിഹി. അതായത് ആദ്യം തന്നെ അവിടെ കാണുന്നത് കുമുദ ഉത്പല കൽഹാര ശതപത്ര വന ഋദ്ധിഭിഹി. കുമുദം ആമ്പൽ പൂവ്, ഉത്പലം കൂവളം എന്ന ചെടി, കൽഹാരം സൗഗന്ധിക പൂവ്, ശതപത്രം ചെന്താമര പൂക്കള്, ഇവയാൽ ഋദ്ധിഭി എന്ന് വെച്ചാൽ ഇവ സമൃദ്ധമായിട്ടുള്ള വനപ്രദേശമായിരുന്നു കൈലാസത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ നളിനീഷു, അതായത് അവിടുത്തെ തടാകങ്ങളും ഉണ്ടായിരുന്നു കൈലാസത്തിൽ. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ച. പിന്നെ കളകൂജത്ത്, മനോഹരമായ ശബ്ദം. അത് ആ ശബ്ദം ഗഗവൃന്ദ ഉപശോഭിതം, ഗഗവൃന്ദം പക്ഷിക്കൂട്ടത്താൽ, ഉപശോഭിതം എന്ന് വെച്ചാൽ ശോഭിക്കപ്പെട്ട് നിൽക്കുന്ന കൈലാസത്തിൽ ഈ പക്ഷികളുടെ കളകളാരവ ശബ്ദമൊക്കെ ധാരാളമായിട്ട് കേൾക്കാമായിരുന്നു. അതാണ് പറഞ്ഞത്. പിന്നെ ആമ്പല്, കൂവളം, സൗഗന്ധികം, ചെന്താമര, ഇങ്ങനെ പല വിധത്തിലുള്ള പൂക്കളാൽ സമൃദ്ധമായ വനങ്ങളും നല്ല നല്ല തടാകങ്ങളും അതുപോലെ പക്ഷിക്കൂട്ടങ്ങളുടെ
ശബ്ദവും ഒക്കെ കൈലാസത്തിലേക്ക് പോകുന്ന വഴിക്ക് അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നെ മൃഗൈഹി, പിന്നെ പറയുന്നത് മൃഗൈഹി എന്ന് വെച്ചാൽ മാനുകൾ, ശാഖാമൃഗൈഹി എന്ന് വെച്ചാൽ കുരങ്ങുകൾ, ക്രോഡൈഹി എന്ന് പറഞ്ഞാൽ പന്നികൾ, മൃഗേന്ദ്രം എന്ന് പറഞ്ഞാൽ സിംഹം, ഋക്ഷം എന്ന് പറഞ്ഞാൽ കരടി, ശല്യഗൈ എന്ന് പറഞ്ഞാൽ മുള്ളംപന്നി, ഗവയൈ എന്ന് വെച്ചാൽ കാട്ടുപശു, ശരബൈ എന്ന് പറഞ്ഞാൽ കാട്ടുകഴുത, വ്യാഗ്രം എന്ന് പറഞ്ഞാൽ കടുവ, രുരുബി മാനുകള്, മഹിഷാദിബി മഹിഷം കാട്ടുപോത്ത്, ആദിബി എന്ന് വെച്ചാൽ മുതലായ മൃഗങ്ങളെയും ആ കൈലാസത്തിൽ ഉണ്ടായി. അപ്പൊ മൃഗങ്ങളുടെ വർണ്ണനയാണത്. ഇനി ശ്ലോകം 21 കർണാന്ത്രൈ ഏകപദ അശ്വാസ്യൈ നിർജുഷ്ടം മൃഗനാഭിഭിഹി കദളീഖണ്ഡ സംരുദ്ധ നളിനീ പുളിനശ്രിയം. കർണാന്ത്രേ, അതായത് ചെവിക്ക് നല്ല കേൾവി ശക്തിയോ അങ്ങനെ ചെവിക്ക് നല്ല പ്രത്യേകതയുള്ള കർണാന്ത്രം എന്ന് പറയുന്ന ഒരു ചെവിക്ക് പ്രത്യേകത ഇപ്പോൾ മാനുകളായിരിക്കും, ഒരു പ്രത്യേകതരം മാനുകൾ ഉണ്ടായിരുന്നു എന്ന് കൈലാസത്തിൽ. ചെവിയാണ് അവരുടെ പ്രത്യേകത. നല്ല കേൾവി ശക്തിയുമുള്ള മാനുകൾ, ഏകപദമുള്ള ജീവികൾ, അശ്വാസൈ കുതിരകൾ ഉണ്ടായിരുന്നു. പിന്നെ നാഭിബി മൃഗം ചെന്നായ, നാഭിബി എന്ന് പറഞ്ഞാൽ കസ്തൂരിമാൻ തുടങ്ങിയവയാൽ ജുഷ്ടം എന്ന് വെച്ചാൽ വ്യാപിച്ചിരിക്കുന്നതായിരുന്നു കൈലാസപർവ്വതം. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത നളിനി പുളിനശ്രിയം. അവിടെ നളിനി എന്ന് വെച്ചാൽ താമരപ്പൂക്കൾ നിറഞ്ഞ ചെറിയ ചെറിയ തടാകങ്ങൾ, പുളിന എന്ന് വെച്ചാൽ മണൽ നിറഞ്ഞ തീരങ്ങൾ, ശ്രിയം എന്നാൽ വളരെ മനോഹരം. അപ്പൊ ചെറിയ ചെറിയ താമരപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ചെറിയ ചെറിയ തടാകങ്ങൾ, ആ തടാകങ്ങളുടെ തീരത്ത് മണൽ നിറഞ്ഞ തീരങ്ങൾ, അതൊക്കെ നല്ല മനോഹരമാണ്. പക്ഷെ ഇത് പെട്ടെന്ന് കാണാൻ പറ്റില്ല എന്ന്, കാരണം കദളീഖണ്ഡ സംരുദ്ധം, കദളി വാഴയുടെ ഖണ്ഡം എന്ന് വെച്ചാൽ കൂട്ടത്താൽ തിങ്ങി നിറഞ്ഞ് മറയ്ക്കപ്പെടുന്നതായിരുന്നു ഈ താമരക്കുളങ്ങൾ. അപ്പൊ ധാരാളം കദളിവാഴയുണ്ടായിരുന്നു എന്ന് കൈലാസത്തിൽ. അതിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ ഈ ഇടയ്ക്ക് കാണുന്ന ചെറിയ ചെറിയ തടാകങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതിനെ മറയ്ക്കുന്ന രീതിയിൽ ഈ തടാകങ്ങളെ, താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന മണൽ തീരമൊക്കെയുള്ള ഈ ചെറിയ തടാകങ്ങളെ കാണാൻ പറ്റാത്ത രീതിയിൽ കൂട്ടം കൂട്ടമായിട്ടായിരുന്നു കദളിവാഴകളൊക്കെ നിന്നിരുന്നത്. അങ്ങനെ കൈലാസ വർണ്ണന തുടരുന്നു. ശ്ലോകം 22 പര്യസ്തം നന്ദയ സത്യ സ്നാന പുണ്യതരാ ഉദയ വിലോക്യ ഭൂദേശഗിരിം വിബുധ വിസ്മയം യയുഹു. പര്യസ്തം എന്ന് വെച്ചാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. നന്ദയ കൈലാസത്തിൽ അപ്പം ഇങ്ങനെ പർവ്വതങ്ങള്, പക്ഷിമൃഗാദികള്, ചെടികള്, പൂക്കള്, വൃക്ഷങ്ങൾ ഇതിനെയൊക്കെ കണ്ട് അവർ തടാകങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കുറച്ചുകൂടി അടുത്ത് ചെന്നപ്പോൾ കാണുന്നത് ആ കൈലാസ പർവ്വതം പര്യസ്തം ചുറ്റപ്പെട്ടിരിക്കുന്നത്. നന്ദയ അളകനന്ദ നദി, സത്യ അതിൻ്റെ പ്രത്യേകത സത്യ എന്ന് വെച്ചാൽ സതീദേവി സ്നാനം ചെയ്തിട്ട് പുണ്യതര ഉദയ പുണ്യമായി തീർന്ന നദി, മംഗളകരമായി തീർന്ന ജലത്തോടു കൂടിയ നദിയായിരുന്നു അളകനന്ദയിലെന്ന്. സതീദേവിയുടെ സ്നാനത്താൽ മംഗളമായി പുണ്യമായ ജലമായി തീർന്ന, അല്ലെങ്കിൽ മംഗളകരമായി തീർന്ന ജലം നിറഞ്ഞതായിരുന്നു അളകനന്ദ നദി. ആ നദിയാൽ ചുറ്റപ്പെട്ടതായിരുന്നു കൈലാസപർവ്വതം. പിന്നെ കാണുന്നത് ഭൂദേശഗിരി, ഭൂത ഈശ ഭൂതഗണങ്ങളുടെ ഈശ്വരനായിട്ടുള്ള മഹാദേവന്റെ ഗിരിം എന്ന് പറഞ്ഞാൽ ആ കൈലാസ പർവ്വതത്തെ വിബുധ ആ ദേവന്മാർ വിസ്മയം യയു അത്ഭുതത്തോടെ അങ്ങനെ വിലോക്യ കണ്ടുവന്ന്. അപ്പൊ ഇത്രയും നേരം അവർ കൈലാസത്തിലേക്കുള്ള വഴികളിലൂടെ ആയിരുന്നു വന്നിരുന്നത്. ഈ വൃക്ഷങ്ങളും ചെടികളും പൂക്കളും തടാകങ്ങളും ഇതൊക്കെ സിദ്ധന്മാർ ഇതൊക്കെ കണ്ട് അടുത്തേക്ക് എത്താറായപ്പോൾ ആ യഥാർത്ഥത്തിലുള്ള കൈലാസ പർവ്വതത്തിന് ചുറ്റും സതീദേവി സ്നാനം ചെയ്ത് പുണ്യമായ ജലത്താൽ നിറഞ്ഞു നിൽക്കുന്ന അളകനന്ദ നദിയെയും കൈലാസ പർവ്വതത്തെയും കണ്ടപ്പോൾ മഹാദേവന്റെ വാസസ്ഥാനമായ കൈലാസഗിരിയെ കണ്ട് ദേവന്മാർ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിന്നു എന്നാണ് പറയുന്നത്. ആ കൈലാസം കണ്ടിട്ട്. ശ്ലോകം 23 ദദൃശു തത്ര തേ രമ്യ അളകാം നാമ വൈ പുരീം വനം സൗഗന്ധികം ച അഭിയത്ര തത് നാമ പങ്കജം. പിന്നെ അപ്പോൾ കൈലാസപർവ്വത ഇങ്ങനെ അളകനന്ദ നദിയെയും കൈലാസപർവ്വതത്തെയും അവർ കണ്ടു. അപ്പോൾ അവർ വീണ്ടും മുന്നോട്ട് ഇങ്ങനെ യാത്ര പോവാണ്. അപ്പോൾ ദദൃശു അപ്പോൾ അവർ കണ്ടത് തത്ര അവിടെ ആ കൈലാസത്തിൽ തേ ആ ദേവന്മാർ
കണ്ടു. രമ്യ അളകാം, മനോഹരമായിട്ടുള്ള, രമ്യം വളരെ ആകർഷണീയമായ മനോഹരമായ അളക നാമ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന വൈപുരിയും, ഒരു നഗരം കണ്ടു എന്ന്, ഒരു അളകാപുരി, അളക എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു പുരി. അപ്പൊ അളകനന്ദ ആ നദിയെ കണ്ടു, സതീദേവി സ്നാനം ചെയ്ത നദിയെ കണ്ടു, അതിനപ്പുറത്ത് കൈലാസത്തെയും കണ്ടു. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അളകാപുരി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു നഗരവും ഈ ദേവന്മാർ കണ്ടു. പിന്നെ അത് അടുത്തതായിട്ട് വനം സൗഗന്ധികം, സൗഗന്ധികം എന്ന പേരിൽ ഒരു വനവും കണ്ടു. അതിൻ്റെ പ്രത്യേകത എത്ര, അവിടെ തത് നാമ പങ്കജം, നിറയെ താമരപ്പൂക്കളായിരുന്നു എന്ന് ആ വനത്തിൽ. അത്രയും വിവിധ രീതിയിലുള്ള താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വനം. ആ താമരപ്പൂക്കളുടെ സുഗന്ധം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ വനത്തിന് സൗഗന്ധികം എന്നാണ് പേര് എന്ന്. അപ്പൊ അവർ പോകുന്ന വഴിക്ക് ആദ്യം കണ്ടത് അളകനന്ദ നദി, സതീദേവി സ്നാനം ചെയ്തത്. അതിനപ്പുറത്ത് കൈലാസം കണ്ടു. കുറച്ചും കൂടി അടുത്തേക്ക് പോയപ്പോൾ അളകാപുരി എന്ന നഗരം കണ്ടു. പിന്നെ സൗഗന്ധികം എന്ന വനവും, താമരപ്പൂക്കളുടെ സുഗന്ധമുള്ള സൗഗന്ധികം എന്ന വനവും ഈ ദേവന്മാർ കണ്ടു എന്ന്. ശ്ലോകം 24. അപ്പൊ സൗഗന്ധിക വനവും കണ്ടു കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നപ്പോൾ അവർ കാണുന്നത് നന്ദാച്ച അളകനന്ദാച്ച സരിതൗ ബാഹ്യതഃ പുരഃ തീർത്ഥപാദ പദാംഭോജ രജസ അതീവ പാവനേ. നന്ദാച്ച അളകനന്ദാച്ച സരിതൗ, നന്ദ എന്നും അളകനന്ദ എന്നും പേരുകളുള്ള സരിതൗ എന്ന് പറഞ്ഞാൽ 2 നദികൾ. ബാഹ്യതഃ പുര, ആ അളകാപുരി എന്ന് പറയുന്ന നഗരം ഉണ്ടല്ലോ, അതിൻ്റെ ബാഹ്യതഃ പുറത്തുകൂടെ ഒഴുകുന്നത് കണ്ടു എന്ന്. അളകാപുരി നഗരവും കണ്ടു, സൗഗന്ധികം എന്ന വനവും കണ്ടു. പക്ഷെ ഈ അളകാപുരി നഗരത്തിൻ്റെ പുറത്തുകൂടെയായിട്ട് നന്ദ എന്നും അളകനന്ദ എന്ന പേരിലും ഒഴുകുന്ന 2 നദികളെ, 2 പേരുള്ള 2 നദികളെ അവർ കണ്ടു. ആ നദികളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പാവനെ, പരിശുദ്ധമായ ജലമാണെന്ന് ആ നദികളിൽ, 2 നദികളിലും. അതിന് കാരണം തീർത്ഥപാദം, ഭഗവാന്റെ പാദം കഴുകപ്പെടുമ്പോഴാണ്, ഏതൊരു നദിയിലെ ജലത്താലാണോ കഴുകപ്പെടുന്നത് അതിനുശേഷം ആ നദിയെ വിളിക്കുന്നത്, നദിയിലെ ജലത്തെ ജലം എന്ന് വിളിക്കില്ല, തീർത്ഥം എന്ന് വിളിക്കും. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന്റെ ധാര കഴിപ്പിച്ച ജലമൊക്കെ നമ്മൾ കിട്ടുമ്പോൾ അതിനെ തീർത്ഥം എന്നാണ് നമ്മൾ പറയുക അല്ലേ, വെറുതെ വെള്ളം എന്ന് പറയില്ല. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളെ കഴുകിയ ജലം അത് പിന്നീട് തീർത്ഥമായി മാറും. അങ്ങനെ അപ്പോൾ ഏത് ഭഗവാന്റെ പാദമായിരിക്കും? സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പാദം കഴുകി തീർത്ഥമായി മാറിയ ജലമുള്ള പദാംഭോജ, അങ്ങനെ താമരപ്പൂ പോലെ പാദപങ്കജങ്ങൾ, താമരപ്പൂ പോലെയുള്ള ആ പാദങ്ങൾ കഴുകി തീർത്ഥമായി മാറിയ ജലം. അതും കാരണം രജസ, ആ പാദങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി, രജസ പൊടി അതീവ, ആ പൊടി കലർന്നതോട് കൂടിയിട്ട് ഈ നദിയിലെ ജലം, 2 നദിയിലെയും ജലം അതീവ പാവനെ, അത്യധികം പരിശുദ്ധമായി തീർന്നു എന്ന്. നന്ദ അളകനന്ദ എന്ന 2 നദികളിലെ ജലം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ കഴുകിയപ്പോൾ ആ പാദങ്ങളിലെ പൊടിപടലങ്ങൾ ഈ ജലത്തിലേക്ക് തട്ടിയതോട് കൂടിയിട്ട് ആ 2 നദിയിലെ ജലവും അതീവ പരിശുദ്ധമായി തീർന്നു, പാവനമായി തീർന്നു. അത്രയും ശ്രേഷ്ഠമായ 2 നദികളും ഈ അളകാപുരി നഗരത്തിൻ്റെ പുറത്തുകൂടെയായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. ആ 2 നദികളാണ് നന്ദ അളകനന്ദ എന്നറിയപ്പെടുന്നത്. ഇനി ശ്ലോകം 25. യയോ സുരസ്ത്രീയഃ ക്ഷത്ത അവരൂഹ്യ സ്വദിഷ്ണ്യതഃ ക്രീഡന്തി പുംസാ സിഞ്ചന്ത്യോ വിഗാഹ്യ രതികർഷിതഃ. യയോ, ഈ 2 നദികളും വെറുതെ ഇങ്ങനെ കിടക്കുകയല്ല, അവിടെ സുരസ്ത്രീയ ദേവസ്ത്രീകൾ ക്ഷത്ത. അപ്പോൾ ഇവിടെ മൈത്രേയ മഹർഷി വിദുരരെ വിളിക്കുകയാണ്, അല്ലയോ വിദുരരെ, ഈ 2 പുണ്യനദികളിലേക്കും ദേവസ്ത്രീകൾ അവരൂഹ്യ എന്ന് വെച്ചാൽ ഇറങ്ങി വരുമെന്ന്. സ്വദിഷ്ണ്യത, അവർ സ്വർഗലോകത്തിലാണല്ലോ, അപ്പോൾ സ്വർഗലോകത്ത് നിന്ന് അവർ ഇറങ്ങി വന്നിട്ട് ഈ 2 പുണ്യനദികളിലേക്കും വിഗാഹ്യ പ്രവേശിക്കും, ഈ ജലത്തിലേക്ക് പ്രവേശിച്ചിട്ട്. അത് എന്തിനാണ്? രതികർഷിത, അവരുടെ കാമക്രീഡയൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വർഗാലോകത്ത് നിന്നും ഈ ദേവസ്ത്രീകൾ ഇറങ്ങി വന്ന് ഈ ജലത്തിലേക്ക് പ്രവേശിച്ചിട്ട് പുംസഹ, അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം ക്രീഡന്തി സിഞ്ചന്ത്യോ, അതായത് സിഞ്ചന്ത്യോ എന്ന് വെച്ചാൽ ജലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപ്പിച്ചിട്ട് അവർ ക്രീഡന്തി വിനോദിക്കുന്നു, അല്ലെങ്കിൽ കളിക്കുന്നതും കാണാമായിരുന്നു എന്ന്.
അപ്പോൾ ദേവസ്ത്രീകൾ അവരുടെ ആ കാമക്രീഡകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ദേവലോകത്ത് നിന്നും ഇറങ്ങി ഈ രണ്ട് നദികളിലേക്കും ഇറങ്ങി വന്നിട്ട് അവരവരുടെ പതിമാരോടൊപ്പം ഈ ജലം തെറിപ്പിച്ചൊക്കെ കളിക്കുന്ന കാഴ്ചയും ഈ കാണാമായിരുന്നു. ഈ അളകനന്ദ നദിയിൽ കാണാമായിരുന്നു. അതും ഈ ദേവന്മാർക്കും ബ്രഹ്മാവിനും ഇവർക്കൊക്കെ കാണാമായിരുന്നു. ഇനി ശ്ലോകം 26. യയോ തത് സ്നാന വിഭ്രഷ്ട നവ കുങ്കുമ പിഞ്ചരം വിദൃശഃ അഭി പിബന്തി അംബഃ പായയന്തഃ ഗജാഗജീഹി. യയോ ആ രണ്ട് നദിയിലും തത് സ്നാനം അവരവിടെ ഈ ദേവസ്ത്രീകൾ അവിടെ സ്നാനം ചെയ്തപ്പോൾ വിഭ്രഷ്ട, അതായത് വിഭ്രഷ്ടം എന്ന് വെച്ചാൽ വീണു എന്ന്, അവരുടെ ശരീരത്തിൽ നിന്ന് വീഴുന്നു. നവകുങ്കുമം, അപ്പം അവരുടെ ശരീരത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുങ്കുമം, പുതിയ കുങ്കുമം, അത് ഇവർ കളിക്കാൻ ഇറങ്ങുന്നതോടുകൂടി ഈ നദിയിലേക്ക് വീണു പോകുന്നതോടെ നദി പിഞ്ചരം മഞ്ഞ നിറവും നല്ല സുഗന്ധമുള്ളതുമായ ജലമായി മാറുന്നു. ഈ നദിയിലെ ജലം, രണ്ട് നദികളിലെ ജലത്തിന് മഞ്ഞ നിറമാണ്. ഈ ദേവസ്ത്രീകളുടെ ശരീരത്തിൽ ഇരിക്കുന്ന നവകുങ്കുമം അത് ഇവർ കളിക്കാൻ ഈ നദിയിലേക്ക് ഇറങ്ങുന്നതോടുകൂടി ഈ കുങ്കുമം ഈ നദിയിലേക്ക് ഒഴുകുമ്പോൾ നദിയിലെ ജലത്തിന് നല്ല സുഗന്ധവും മഞ്ഞ നിറവും ആകുന്നു. ഇനി അതുമാത്രമല്ല, വിദൃശഃ അഭി ദാഹമില്ലെങ്കിൽ പോലും, ഇപ്പം ദാഹിക്കുന്നില്ല എങ്കിൽ പോലും പിബന്തി കുടിക്കുന്നു, അംബ ഈ രണ്ട് നദിയിലെ ജലവും. ആരാ? ഗജ ആനകളും, ഗജി പിടിയാനകളും, പായയന്ത കുടിക്കുകയും ചെയ്യുന്നു എന്ന്. അപ്പോൾ വനത്തിൽ നിന്ന് ആനകളും പിടിയാനകളും കൊമ്പനാനകളും ഇറങ്ങി വന്നിട്ട് ഈ രണ്ട് നദിയിലെ ജലം അവർക്ക് ദാഹിക്കുന്നില്ലെങ്കിൽ പോലും കൊമ്പനാന പിടിയാനയെ കുടിപ്പിക്കും, അതിലെ ജലം കുടിപ്പിക്കുകയും ചെയ്യും, കൊമ്പനാന കുടിക്കുകയും ചെയ്യുന്നു. അതാണ് പിബന്തി പായയന്തഃ, കുടിക്കുകയും കുടിപ്പിക്കുകയും അവർ ചെയ്യും. അതായത് വേണ്ട എങ്കിൽ പോലും അത്രയും പുണ്യ നദി ആയതുകൊണ്ട് അവരത് കുടിക്കുന്നു എന്ന്. അപ്പൊ പിടിയാനയെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്യുന്നു. ആ രണ്ട് നദികളിലെ ജലം, അത്രയും ശ്രേഷ്ഠമായ രണ്ട് നദികൾ അളകാപുരിക്ക് ചുറ്റുമായിട്ട് അളകനന്ദ എന്ന രണ്ട് നദികൾ ഒഴുകുന്നു. ഈ അളകാപുരി നഗരം കാണുന്നതിന് മുൻപ് സതീദേവി സ്നാനം ചെയ്ത അളകനന്ദ നദിയെ കണ്ടിരുന്നു. കൈലാസ പർവ്വതവും ആ പോകുന്ന വഴിക്ക് അളകാപുരി നഗരം കണ്ടു. പിന്നെ സൗഗന്ധികം എന്ന വനവും കണ്ടു എന്ന്. അപ്പൊ കൈലാസത്തിലേക്ക് പോകുന്ന വഴിക്ക് എത്ര മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത് എന്ന് നോക്കൂ. ശ്ലോകം 27. താരഹേമ മഹാരത്ന വിമാന ശതസംകുലാം ജുഷ്ടാം പുണ്യജനസ്ത്രീഭിഃ യഥാഖം സ തടിദ്ഘനം. താരഹേമം സ്വർണവും മുത്തും പതിപ്പിച്ചിട്ടുള്ള മഹാരത്നങ്ങളൊക്കെ പതിപ്പിച്ച വിമാനങ്ങളും ഉണ്ടെന്ന് കൈലാസത്തിൽ. നമ്മൾ വൈകുണ്ഠത്തിൽ കണ്ടില്ലേ, ഭഗവാന്റെ പാർഷദന്മാർ വിമാനങ്ങളിലാണ് ഇരിക്കുന്നത് എന്ന്. അതുപോലെ കൈലാസത്തിലും നല്ല രത്നങ്ങളും സ്വർണവും മുത്തുകളൊക്കെ പതിപ്പിച്ച് അലങ്കരിച്ച വിമാനങ്ങൾ. അത് എത്ര എണ്ണ? ശതസംകുലാം, നൂറുകണക്കിന് വിമാന കൂട്ടങ്ങളാണ് കാണുന്നത്. ഒന്നും രണ്ടും ഒന്നല്ല, നൂറുകണക്കിന് രത്നവും സ്വർണവും മുത്തുകളും പതിപ്പിച്ച് അലങ്കരിച്ച വിമാനങ്ങൾ കൂട്ടങ്ങളും ആ കൈലാസത്തിലേക്ക് പോകുന്ന വഴിക്ക് കാണാമായിരുന്നു. പിന്നെ പുണ്യജന സ്ത്രീഭിഹി, പുണ്യജന സ്ത്രീകൾ എന്ന് വെച്ചാൽ ആ പോകുന്ന വഴിക്ക് അവിടെയുള്ള ദേവന്മാരുടെ, യക്ഷന്മാരുടെ, കിന്നരന്മാരുടെയൊക്കെ പത്നിമാരുണ്ടല്ലോ, അവരെയാണ് പുണ്യസ്ത്രീകൾ എന്ന് വിളിക്കുന്നത്. അവരുടെ പത്നിമാര് അവിടെ ജുഷ്ടാം എന്ന് വെച്ചാൽ അവരും അവിടെ ആ കൈലാസത്തിലേക്ക് എത്തുന്നതിന് മുൻപായിട്ടുള്ള വഴികളിലൊക്കെ അവരും ആ ഭാഗത്ത് ജീവിച്ചിരുന്നു വളരെ സന്തോഷത്തോടെ. അപ്പോൾ അവരെയും കാണുകയാണ്. അപ്പോൾ അവരെ കാണുന്നത് എങ്ങനെയാണ്? യഥാ ഇതുപോലെ, ഖം ആകാശം എന്ന പോലെ, സ തടിത് ഘനം. സ തടിത് എന്ന് വെച്ചാൽ മേഘങ്ങൾ, ഘനം എന്ന് വെച്ചാൽ ഇടിമിന്നലും മേഘവും ആകാശത്ത് ഇങ്ങനെ കാണുമ്പോൾ എത്ര മനോഹരമാണ്. അതുപോലെയാണ് കൈലാസത്തിലേക്ക് പോകുമ്പോൾ ഈ കാണുന്ന ദേവസ്ത്രീകൾ, അതായത് അവിടുത്തെ യക്ഷകിന്നരന്മാരുടെ പത്നിമാർ, പുണ്യസ്ത്രീകൾ എന്ന് വിളിക്കണേ, അവരെ കാണാമായിരുന്നു. അത് ആകാശത്ത് ഇങ്ങനെ ഇടിമിന്നലും മേഘങ്ങളും കാർമേഘ കൂട്ടവും വന്ന് നിൽക്കുന്ന പോലെ മനോഹരമായി ശോഭിക്കുന്നതായിരുന്നു ആ പുണ്യസ്ത്രീകളും പോകുന്ന വഴിക്ക് കാണാമായിരുന്നു. ശ്ലോകം 28. ഹിത്വാ യക്ഷ ഈശ്വരപുരീം വനം സൗഗന്ധികം ച തത് ദ്രൂമൈഹി കാമദുഃഖൈ ഹൃദ്യം ചിത്രമാല്യ ഫലച്ഛദൈഹി. ഹിത്വ കടന്നുപോയി എന്ന്.
യക്ഷ ഈശ്വര പുരിയും. യക്ഷന്മാരുടെ ഈശ്വരനായിട്ടുള്ള ആരായിരിക്കും? കുബേരൻ. കുബേരൻ്റെ പുരി നഗരമായിട്ടുള്ള ആ നഗരവും കടന്നുപോയി. വനം, അതായത് അളകാപുരി നഗരവും കടന്നു മുന്നോട്ട് പോയപ്പോൾ വനം സൗഗന്ധികം ചതത്, സൗഗന്ധികം എന്ന വനവും കടന്ന് അവർ ഹിത്വ മുന്നോട്ട് പോയി. അപ്പോൾ യക്ഷന്മാരുടെ ഈശ്വരനായ കുബേരൻ്റെ നഗരമായ അളകാപുരി നഗരം കണ്ടു. അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ സൗഗന്ധികം എന്ന വനവും കണ്ടു. അളകനന്ദ നദികളെയും കണ്ടു. അതൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോകവേ ദ്രൂമൈ എന്ന് വെച്ചാൽ വൃക്ഷങ്ങളെ കണ്ടു. കാമദുഃഖൈ, എന്താഗ്രഹവും സാധിച്ചു തരാൻ കഴിയുന്ന കൈലാസ വൃക്ഷങ്ങളെ കണ്ടു. അത് ഹൃദ്യം, വളരെ ആകർഷണീയവുമാണ്. ചിത്രമാല്യ ഫലച്ഛതൈ, ചിത്രം എന്ന് വെച്ചാൽ നാനാതരത്തിലുള്ള മാല്യ, പുഷ്പങ്ങൾ, ഫലങ്ങൾ, ഛതൈ, ഇലകൾ നിറഞ്ഞതായിരുന്നു കൈലാസ വൃക്ഷങ്ങൾ. അത്യധികം മനോഹരവും പല വിധത്തിലുള്ള പുഷ്പങ്ങളും ഫലങ്ങളും ഇലകളും നിറഞ്ഞ അതിമനോഹരമായ കൈലാസ വൃക്ഷങ്ങളെയും കണ്ടു. അവർ ആ അളകാപുരി നഗരവും അതുപോലെ തന്നെ സൗഗന്ധിക വനവും കടന്നിങ്ങനെ മുന്നോട്ട് പോകും തോറും മനോഹരമായ വൃക്ഷങ്ങളൊക്കെ കണ്ടു. അവരെത്താറായിട്ട മഹാദേവൻ്റെ അടുത്ത് എത്താറായി. ശ്ലോകം 29. രക്തകണ്ഠ ഘനാനീക സ്വരമണ്ഡിത ഷഡ്പദം കള ഹംസ കുലപ്രേഷ്ടം ഖരദണ്ഡ ജലാശയം. രക്തകണ്ഠ, കുയിലുകളുടെ, ഖഗാനീക, മറ്റു പക്ഷികളുടെയും, സ്വരമണ്ഡിതം, മനോഹരമായ മധുരസ്വരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതായിരുന്നു കൈലാസം. അപ്പോൾ കുയിലുകളുടെ പാട്ടും കേൾക്കാം, മറ്റു പക്ഷികളുടെ കളകളാരവും ഒക്കെ അടുക്കുംതോറും കേൾക്കാമായിരുന്നു. ഷഡ്പദം, തേനീച്ചകളുടെ മൂളിപ്പാട്ടും കേൾക്കാമായിരുന്നു. അത് മാത്രമല്ല കളഹംസ, അരയന്നങ്ങളുടെ സംഘം. കുലപ്രേഷ്ടം എന്ന് വെച്ചാൽ അത് അത്രയ്ക്കും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഖരദണ്ഡം, താമരപ്പൂക്കൾ നിറഞ്ഞ ജലാശയവും. അപ്പോൾ അരയന്നങ്ങളുടെ കൂട്ടം, അവർക്ക് പ്രിയപ്പെട്ട താമരപ്പൂക്കളും അരയന്നക്കൂട്ടങ്ങളും ഒക്കെ നിറഞ്ഞ ജലാശയങ്ങളും കൈലാസത്തിലേക്ക് അടുത്തു വരും തോറും അവർ കണ്ടു. ശ്ലോകം 30. വന കുഞ്ചര സംഘൃഷ്ട ഹരിചന്ദന വായുന അധിപുണ്യജനസ്ത്രീണാം മുഹുഹു ഉന്മദയത് മനഃ. അതിപുണ്യജനസ്ത്രീണാം മുഹുഹു ഉന്മദയത് മനഃ. അപ്പൊ വനകുഞ്ചര സംഘൃഷ്ട, അതായത് വനകുഞ്ചരം എന്ന് വെച്ചാൽ കാട്ടാനകൾ, സംഘൃഷ്ടം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരഞ്ഞു പോവുക. അതായത് കാട്ടാനകൾ ആ വനത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഹരിചന്ദന മരം, ആ ഹരിചന്ദന മരത്തിൻ്റെ മേൽക്കൂടെയൊക്കെ ഇങ്ങനെ ആനകൾ ഇങ്ങനെ ഒരഞ്ഞു പോകുമ്പോൾ ഈ മരം അങ്ങനെ പോയി മരം തേഞ്ഞു തുടങ്ങിയെന്ന്. അതിൽ തട്ടിയിട്ട് വായുന, കാറ്റ് വീശുമ്പോൾ ഉണ്ടാവുള്ള ഒരു സുഗന്ധം എന്തായിരിക്കും? ഹരിചന്ദന മരമാണ്. അപ്പൊ കാട് മുഴുവനും ഹരിചന്ദന മരങ്ങളാണ്. അപ്പൊ അതിലൂടെ കാട്ടാനകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ ശരീരം ഒരസിയിട്ട് ഈ മരം ഇങ്ങനെ തേഞ്ഞ് ഒരഞ്ഞു പോകുമ്പോൾ കൂടുതൽ മണം വരും. അപ്പൊ കാറ്റ് വീശുമ്പോൾ ഇതിൽ തട്ടുമ്പോൾ ചന്ദനത്തിന്റെ സുഗന്ധ മണം നന്നായി അങ്ങോട്ട് ഉണ്ടാകും. ആ മണം ധാരാളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പുണ്യജന സ്ത്രീണ, അപ്പോൾ ആ സുഗന്ധം കൂടി വരുമ്പോൾ പുണ്യജന സ്ത്രീണാം, ഈ യക്ഷന്മാരുടെയും കിന്നരന്മാരുടെയും ഒക്കെ പത്നിമാരായിട്ടുള്ള ആ പുണ്യ സ്ത്രീകൾ ധാരാളമായി അവരിൽ മുഹുഹു, വീണ്ടും ഉന്മദയത് മന, അവരുടെ മനസ്സ് വീണ്ടും വികാരഭരിതമായി തുടങ്ങുന്നു. കാരണം അത്രയും സുഗന്ധമുള്ള ചന്ദനത്തിൻ്റെ മണം. അതൊരു വർണ്ണനകളാണ് പറയുന്നത്. അതായത് ഈ ആന നടന്നു പോകുമ്പോൾ ഉരഞ്ഞ് തേഞ്ഞു പോകുന്ന ചന്ദനമരത്തിൽ തട്ടി കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന ചന്ദനത്തിന്റെ സുഗന്ധം ആ വനത്തിൽ മുഴുവനുണ്ട്. അപ്പൊ അവിടെ താമസിക്കുന്ന ഈ സ്ത്രീകളുടെ ഉള്ളിലൊക്കെ വീണ്ടും വികാരങ്ങൾ നിറയുന്നു അവരുടെ മനസ്സിൽ നിന്ന്. അത്രയ്ക്കും അതിമനോഹരമായ വർണ്ണനയാണ്, കൈലാസ വർണ്ണനയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്ലോകം 31. അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങുന്നു. വൈഡൂര്യകൃത സോപാന വാപ്യ ഉത്പലമാലിനി പ്രാപ്തം കിംപുരുഷൈ ദൃഷ്ട്വാ ത ആരാത് ദദൃശു വടം. ഭഗവാൻ ഇരിക്കുന്ന വടവൃക്ഷത്തിൻ്റെ അടുത്തേക്ക് അവരെത്തി. വൈഡൂര്യകൃത സോപാന, വൈഡൂര്യത്താൽ നിർമ്മിതമായ സോപാന, കോണിപ്പടികളുള്ള വ്യാപ്യ, തടാകങ്ങൾ, വൈഡൂര്യം കൊണ്ട് ഉണ്ടാക്കിയ കോണിപ്പടികളുള്ള തടാകങ്ങൾ. ഉത്പലമാലിനി, താമര പുഷ്പങ്ങൾ, ഉത്പലം, മാലിനി, അവയെ തോണികളും ഉണ്ടായിരുന്നു എന്ന്.
താമര പുഷ്പങ്ങളും തോണികളും ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ വൈഡൂര്യം കൊണ്ടുണ്ടാക്കിയ പടവുകളോട് കൂടിയ തടാകങ്ങൾ, അതിൽ താമര പുഷ്പങ്ങളുടെ തോണികൾ, മാലിനി എന്ന് വെച്ചാൽ തോണികളും ഉണ്ടായിരുന്നു ആ തടാകത്തിൽ. അതിനെയൊക്കെ അതിനെയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചതിന് ശേഷം അവർ കിംപുരുഷൈ ദൃഷ്ട, കിംപുരുഷന്മാരാൽ ദൃഷ്ട കണ്ടു എന്നൊക്കെ, കിംപുരുഷന്മാരെയും കണ്ടു. അതിനും ശേഷം മുന്നോട്ട് നീങ്ങിയപ്പോൾ ദൃഷ്ട അവർ കണ്ടു ആ ദേവന്മാർ, തേ എന്നാണ് വായിക്കേണ്ടത്, ആ ദേവന്മാർ ആരാത് അധികം അകലെയല്ലാതെ ദദൃശു കണ്ടു വടം, ഒരു വലിയ വടവൃക്ഷത്തെ അവർ കണ്ടുവെന്ന്. അപ്പോൾ വൈഡൂര്യം പതിപ്പിച്ച തടാകങ്ങൾ, കൽപ്പടവുകളോട് കൂടിയ തടാകം, അവിടെ താമരപ്പൂക്കൾ, തോണികൾ, ഇതൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ കിംപുരുഷന്മാരെ കണ്ടു. അതും കഴിഞ്ഞ് ദേവന്മാർ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവർ സത്യം പറഞ്ഞ അത്ഭുതത്തോടെയാണ് പോകുന്നത്. അവർ ഇത്രയും നാളും കൈലാസത്തെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നില്ല. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉപദേശം കേട്ട് മഹാദേവൻ്റെ സ്നേഹത്തെ അറിഞ്ഞ് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ അഹങ്കാരത്തെ നമുക്ക് കാണിച്ചു തരാൻ, അത് ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ആ രൗദ്ര ഭാവത്തെ കൈക്കൊണ്ടത് എന്നൊക്കെ ഭഗവാനെ കുറിച്ചും അറിഞ്ഞ് ദേവന്മാർ കൈലാസത്തിലേക്ക് പോകിയപ്പോൾ കൈലാസം കുറേ കൂടിയും അവർക്ക് അത്ഭുതമുണ്ടാക്കിയെന്ന്, ആസ്വാദികരമായി, കൂടുതൽ അത്ഭുതമുണ്ടാക്കി കൈലാസം. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് അവർ മുന്നോട്ടിങ്ങനെ നീങ്ങുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അടുത്തെത്തിയപ്പോൾ അധികം അകലെയല്ലാതെ അവരൊരു വലിയ വടവൃക്ഷം കണ്ടു. ശ്ലോകം 32. സയോജനശത ഉത്സേധ, സയോജനശതം ഉത്സേധ പാദ ഊന വിടവായത പര്യകൃതാചലച്ഛായ നിർനീട താപവർജിത. ആ വടവൃക്ഷം ഉണ്ടല്ലോ, ആ വലിയ വടവൃക്ഷം, അതിന് യോജനശതം ഉത്സേധ, യോജനശതം 100 യോജന ഉത്സേധ എന്ന് വെച്ചാൽ ഉയരമുണ്ടായിരുന്നു, അത്രയ്ക്കും ഹൈറ്റായിരുന്നു, ഉയരമായിരുന്നു ആ വടവൃക്ഷത്തിന്. പിന്നെ പാദ ഊനം എന്ന് വെച്ചാൽ അതിൻ്റെ 4/1 ഭാഗം എന്ന്. അപ്പം 100 യോജന ഉയരമുള്ള വടവൃക്ഷം, അതിൻ്റെ 4/1 ഭാഗം എന്ന് വെച്ചാൽ എത്രയായിരിക്കും? അതിലെ 4/1 ഭാഗം പാദ ഊനം എന്നാണ് പറയുന്നത്, ഒരു ഭാഗം കുറവ് എന്ന്. അപ്പോൾ എന്ന് പറയുന്നത് ഒരു ഭാഗം 4/1 ഭാഗം കുറഞ്ഞെന്ന് വെച്ചാൽ 25% ഭാഗം കുറഞ്ഞ് ബാക്കി 75%, 75 യോജന വിടപായത്, അതിൻ്റെ ശിഖരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. 100 യോജന ഹൈറ്റ്, അതിൻ്റെ വീതി പറയുമ്പോൾ ശിഖരങ്ങൾ ഇങ്ങനെ 2 സൈഡിലേക്കും മറ്റും ഇങ്ങനെ വിശാലമായി നിൽക്കുകയല്ലേ, അതൊരു 75 യോജന നീളത്തിലായിരുന്നു, വീതിയിലായിരുന്നു അതിൻ്റെ ശിഖരങ്ങൾ കൊണ്ട് ഇങ്ങനെ വ്യാപിച്ചു നിന്നിരുന്നത് ആ വടവൃക്ഷം. അതിനെ പര്യകൃത, അതായത് അതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അതിന് ചുറ്റുമായിട്ട് ചലച്ഛായ, ആ വടവൃക്ഷത്തിൻ്റെ നിഴലാണെന്ന് അതിൻ്റെ താഴെ കാണുന്നത് മുഴുവൻ. അതുകൊണ്ട് തന്നെ നിർനീട, പക്ഷികളൊന്നും കൂടുവെക്കാത്ത ഒരു വടവൃക്ഷം. അവിടെ താപവർജിത, ചൂടില്ല, അതിൻ്റെ അടിയിൽ ചെന്നപ്പോൾ തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ വളരെ വലിയൊരു വടവൃക്ഷ അകലെന്ന് കണ്ടു. 100 യോജന ഉയരം, 75 യോജന വീതിയിൽ അതിൻ്റെ ശാഖകൾ പടർന്ന് പന്തലിച്ച് അതിൻ്റെ നിഴല് തന്നെ ഉണ്ടായിരുന്നു അതിന് ചുറ്റും. ആ നിഴല് കൊണ്ട് തന്നെ അതിലെ പക്ഷികളൊന്നും വെക്കാത്ത ഒരു വടവൃക്ഷം. അതിൻ്റെ ചുവട്ടിൽ ചെന്നപ്പോൾ നല്ല തണുപ്പ്, കാരണം ഇതിൻ്റെ നിഴല് തന്നെ അതിന് നല്ലൊരു തണുപ്പ് നൽകുന്നതായിരുന്നു, ചൂട് ഒരല്പം പോലും ഉണ്ടായിരുന്നില്ല. അതാണ് താപവർജിത എന്ന് പറയുന്നത്. ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് അവർ ഭഗവാനെ കാണുന്നത്. ശ്ലോകം 33. തസ്മിൻ മഹായോഗമയേ മുമുക്ഷു ശരണേ സുരാഹ ദദൃശു ശിവം ആസീനം ത്യക്ത അമർഷം ഇവ അന്തകം. അപ്പോൾ തസ്മിൻ, ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, മഹായോഗമയേ, പരമോന്നതമായ യോഗാവസ്ഥയുടെ എന്താ പറയുക, ഭവനമായ യോഗമയ എന്ന് വെച്ചാൽ ആ യോഗാവസ്ഥയുടെ ഏറ്റവും പരമമായ അവസ്ഥയുണ്ടല്ലോ, പരമോന്നതമായ യോഗാവസ്ഥയുടെ വാസസ്ഥാനമായിട്ടുള്ള, അതുപോലെ മുമുക്ഷു ശരണേ, മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ശരണാഗതി അടയാനുള്ള ഒരേ ഒരു സ്ഥലമായിരിക്കുന്ന, അതുപോലെ ദേവന്മാർ ദദൃശു കണ്ടു, ശിവം ആസീനം, അങ്ങനെ എല്ലാ പരമോന്നതമായ യോഗാവസ്ഥയുടെ വാസസ്ഥാനമായ മോക്ഷം ആഗ്രഹിക്കുന്ന മുമുക്ഷുകൾക്ക് ശരണാഗതി അടയാനുള്ള ആശ്രയസ്ഥാനമായ മഹാദേവനെ, ശിവം ആസീനം, അവിടെ ഇരിക്കുന്നത് ആ ദേവന്മാർ ദദൃശു കണ്ടു. എങ്ങനെയായിരുന്നു ശിവൻ ഇരുന്നിരുന്നത്? മഹാദേവൻ ത്യക്ത അമർഷം,
ഈ കണ്ട വീരഭദ്രസ്വാമികളൊക്കെ വന്നു ദക്ഷൻ്റെ യാഗമൊക്കെ നശിപ്പിച്ചു. പക്ഷെ ഇതിൻ്റെ ഒരു കോപവും മുഖത്ത് കാണാണ്ടായിരുന്നില്ല. അമർഷം തെക്ത, ഒരു കോപഭാവവും ഇല്ലാതെ മുഖം അത്രയ്ക്കും ശാന്തമായിട്ട്. എന്നാൽ ഇവ അന്തകം, എല്ലാത്തിൻ്റെയും അന്തകൻ ഞാനാണ്, കാലസ്വരൂപൻ ഞാനാണ് എന്ന് കാണുന്നവന് തോന്നും, എന്നാൽ കോപമില്ല എന്ന്. അപ്പം അതൊന്ന് മനസ്സിലാലോചിച്ചേക്ക്. അന്തകനായിട്ടാണ് ഇരിക്കുന്നത്. ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടറിയാം ഒരു അന്തകനെ പോലെ. ഇവം അന്തകം, കാലത്തിൻ്റെ അവസാന സംഹാരം ആക്കുന്ന കാലസ്വരൂപനായിട്ടുള്ള സംഹാരമൂർത്തിയെ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും മുഖത്ത് കോപമില്ലാന്ന്. കാരണം ദേഷ്യം വന്നിട്ടല്ല മഹാദേവൻ പ്രപഞ്ചത്തെ സംഹരിക്കുന്നത്. അത് സംഹാരം എന്നത് ഭഗവാന്റെ കർമ്മമാണ്. കാരണം ജനിച്ചത് എന്തായാലും ഒരിക്കൽ ഇല്ലാണ്ടാവണം. അതാണ് പ്രകൃതി നിശ്ചയം. അപ്പൊ പ്രകൃതി നിശ്ചയമാകുന്ന ആ കർമ്മം, സംഹാരം എന്ന കർമ്മം നിർവഹിക്കുകയാണ്. അല്ലാണ്ട് ഭഗവാന് കോപം വന്നിട്ട് ദേഷ്യം വന്നിട്ട് നശിപ്പിക്കുന്നത് കൊണ്ടല്ല ഇവിടെ സംഹാരം ഉണ്ടാകുന്നത്. തൻ്റെ കർമ്മം, പ്രകൃതി ശിവസ്വരൂപം സ്വീകരിച്ചു വന്നത് സംഹാരത്തിനാണ്. ജനിച്ചു കഴിഞ്ഞാൽ പോണം, എന്നാലല്ലേ ജനന മരണ ചക്രം ഉണ്ടാവുള്ളൂ. ജനിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ടായ പിന്നെ ആർക്കും നാശമില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഉണ്ടാകുന്നത് ഉണ്ടായി മറയുക തന്നെ വേണം. പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടായ പ്രപഞ്ചത്തിന് ഒരിക്കലൊരു നാശം വരണം. മനസ്സിലായോ? അപ്പോൾ അത് വരുത്താൻ, അതാണ് അന്തകനെ പോലെ ഇരിക്കുന്നു, പക്ഷെ മുഖത്ത് ഒരല്പം പോലും കോപമില്ലാതെ ആ വടവൃക്ഷത്തിന് ചുവട്ടിൽ പരമോന്നത യോഗാവസ്ഥയുടെ വാസസ്ഥാനമായുള്ള മോക്ഷം ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കളുടെ ആശ്രയസ്ഥാനമായി ഒരല്പം പോലും മുഖത്ത് കോപമില്ലാതെ മഹാദേവൻ ഇരിക്കുന്നത് ആ ദേവന്മാർ കണ്ടു. ശ്ലോകം 34. സനന്ദന ആദ്യൈ മഹാസിദ്ധൈഃ ശാന്തൈഃ സംശന്ത വിഗ്രഹം ഉപാസ്യമാനം സംഖ്യാച്ച ഭർത്രാ ഗുഹ്യക രക്ഷസാം. സനന്ദനാദ്യൈ, അതായത് സനന്ദൻ്റെ നേതൃത്വത്തിലുള്ള 4 മുനികുമാരന്മാർ, അതായത് സനകാദികൾ, മഹാസിദ്ധൈ മഹാസിദ്ധന്മാരും, ശാന്തൈ ശാന്തന്മാരുമായ, അപ്പം മഹാസിദ്ധന്മാരും വളരെ ശാന്തന്മാരുമായിട്ടിരിക്കുന്ന, ശാന്തസ്വരൂപത്തോടും കൂടിയിരിക്കുന്ന സനകാദി മഹർഷിമാരെ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഗുഹ്യക രക്ഷസാം, ഗുഹ്യകന്മാരുടെ രക്ഷകനായിട്ടുള്ള ഭർത്ര, അവരുടെ നാഥനായിട്ടുള്ള കുബേരൻ, അതോടൊപ്പം സഖ്യാച്ച മഹാദേവന്റെ സുഹൃത്ത്, സഖ്യൻ എന്നുവെച്ചാൽ സുഹൃത്തുമായിട്ടുള്ള കുബേരനാലും ഉപാസ്യമാനം, ഉപാസിക്കപ്പെടുന്ന രീതിയിലാണ് ശാന്തവിഗ്രഹം, ശാന്തഗംഭീരമായി മഹാദേവൻ ഇരിക്കുന്നതാണ് ദേവന്മാർ കണ്ടത്. അപ്പോൾ മഹാസിദ്ധന്മാരും ശാന്തന്മാരുമായിട്ടുള്ള സനകാദികളാലും അതുപോലെ തന്നെ ഭഗവാന്റെ സുഹൃത്തായിരുന്നു കുബേരൻ, ഗുഹ്യകന്മാരുടെ രക്ഷകനായിട്ടുള്ള നാഥനായിട്ടുള്ള കുബേരനാലും സനകാദി മഹർഷിമാരാലും ഇങ്ങനെ ഉപാസിക്കപ്പെടുന്ന രീതിയിൽ അത്യധികം ശാന്തഭാവത്തോടുകൂടി ആ വടവൃക്ഷത്തിന് ചുവട്ടിൽ മഹാദേവൻ ഇരിക്കുന്നതാണ് ഈ ദേവന്മാരും ബ്രഹ്മാവുമൊക്കെ കാണുന്നത്. ശ്ലോകം 35. തപ യോഗ വിദ്യാ തപഃ യോഗപദം ആസ്ഥിതം തം അതീശ്വരം ചരന്തം വിശ്വസുഹൃദം വാത്സല്യാത് ലോകമംഗളം. അന്ന് അവർ മനസ്സിലാക്കിയ ഒരു സത്യമാണ് അവിടെ പറയുന്നത്. ലോകമംഗളം, ഈ ലോകത്തിന് മംഗളം വരാനായിട്ട് വിശ്വസുഹൃദം, ഈ പ്രപഞ്ചത്തിൻ്റെ സുഹൃത്തായ, സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് നല്ലത് വരാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ സുഹൃത്ത്, അല്ലേ? നമുക്കൊരു ദോഷം വരാനോ നമ്മൾ വിഷമിക്കുന്നതോ കാണാൻ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പം നമുക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നവനാണ് ആത്മാർത്ഥ സുഹൃത്ത്. മഹാദേവൻ വിശ്വസുഹൃത്ത് എന്നാണ് പറയുന്നത്. ഈ വിശ്വത്തിന്, ഈ പ്രപഞ്ചത്തിന് നല്ലത് മാത്രം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെയും സുഹൃത്തായിട്ടുള്ള മഹാദേവൻ വാത്സല്യത്തോടെ തൻ്റെ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളോടുമുള്ളൊരു വാത്സല്യഭാവത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ലോകമംഗളം, ഈ ലോകത്തിന് മംഗളം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ചരന്തം അനുഷ്ഠിക്കുന്നു എന്ന്. എന്താ? വിദ്യ,
ആ ജ്ഞാനത്തിൽ തന്നെ ഇരിക്കുകയാണ്. തപഹ, ഏകാഗ്രമായ തപസ്, അതിലിരിക്കാൻ ഏകാഗ്രമായ തപസ് അനുഷ്ഠിക്കുന്നു. യോഗപദം, യോഗാവസ്ഥയിൽ സമാധിയിൽ അങ്ങനെ ആ സ്ഥിതിയിൽ അങ്ങനെ സ്ഥിതി ചെയ്യുന്നു. തം അതീശ്വരം, ആ മഹാദേവൻ. ഈ വിശ്വപ്രപഞ്ചത്തിൻ്റെ സുഹൃത്തായിരിക്കുന്ന ആ മഹാദേവൻ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും നന്മ വരാൻ, എല്ലാവരുടെയും മംഗളത്തിനായിട്ട്, എല്ലാവരോടുമുള്ള അത്യധികമായ സ്നേഹത്താൽ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി ആ കൈലാസ പർവ്വതത്തിൽ, ആ വടവൃക്ഷത്തിന് ചുവട്ടിൽ ആ ജ്ഞാനാവസ്ഥയിൽ തന്നെ ഇരിക്കാൻ മനസ്സ് ഏകാഗ്രമായി തപസ് ചെയ്തുകൊണ്ട് ആ യോഗ സമാധി അവസ്ഥയിൽ ഇങ്ങനെ മുഴുകി ജ്ഞാനത്തിൽ ലയിച്ചിരിക്കുന്ന മഹാദേവനെയായിരുന്നു അവർ കണ്ടത്. അപ്പോഴാണ് അവർക്ക് ബ്രഹ്മാവ് പറഞ്ഞത്, ശരിയാണ്, നമുക്കെല്ലാവരും യഥാർത്ഥത്തിൽ പ്രകൃതി എന്ന ആ ശക്തിയാണ് മഹാദേവൻ. ആ സംഹാരമൂർത്തിയായി അവതരിച്ച മഹാദേവൻ അതിൻ്റെ ആവശ്യമില്ല, ഭഗവാൻ അതാണ്. പക്ഷേ ഭഗവാൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും നല്ലത് മാത്രം സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ജ്ഞാനാവസ്ഥയിൽ ലയിച്ച് തപസ്സിൽ യോഗ സമാധിയിൽ മുഴുകിയിരിക്കുന്ന കാഴ്ചയാണ് ദേവന്മാർ കണ്ടത്. ശ്ലോകം 36. ലിംഗം ച താപസ അഭീഷ്ടം ഭസ്മ ദണ്ഡ ജഡാജീനം ജഡ അജിനം അംഗേന സന്ധ്യ അഭ്രരുച ചന്ദ്രലേഖാം ച ബിപ്രതം. ലിംഗം, ആ ഭഗവാനെ അവർ കാണുമ്പോൾ ഭഗവാന്റെ ശരീരം, മഹാദേവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപം തെളിയില്ലേ, കുറേ അടയാളങ്ങളില്ലേ. നമുക്ക് മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ചതുർബാഹു, ശംഖചക്ര ഗദ ഇവയൊക്കെ ധരിച്ച താമരയൊക്കെ എടുത്ത് നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപം മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതുപോലെ മഹാദേവൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു രൂപം തെളിയില്ലേ, അതാണ് ആ ഭഗവാന്റെ അടയാളം. ലിംഗം ച, ഭഗവാന്റെ അടയാളമായിട്ട് താപസ അഭിഷ്ടം, താപസന്മാരായിട്ടുള്ള ഘോരികളെ പോലെയുള്ളവരൊക്കെ അഭിഷ്ടം ആഗ്രഹിക്കുന്ന രീതിയിൽ ഭസ്മം, ദണ്ഡം, ജഡ, അജിനം മാൻതോല്, ഭസ്മം ധരിച്ചിട്ടുണ്ട്, ദണ്ഡം കയ്യിലുണ്ട്, ജടാമുടിയാണ്, മാൻതോലിലാണ് ഇരിക്കുന്നത്. അതൊക്കെ ഭഗവാന്റെ അടയാളങ്ങളാണ്. അതൊക്കെ ഒരു താപസൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭഗവാൻ മഹാദേവന്റെ അടയാളങ്ങളായിരുന്നു അവയെല്ലാം. പിന്നെ അംഗേന, ഭഗവാന്റെ ശരീരത്തെ പറയുന്നത് സന്ധ്യ രുച, സന്ധ്യ സമയത്തുണ്ടാകുന്ന ആകാശം എങ്ങനെയായിരിക്കും? ഒരു ചെങ്കല്ല് കളറായിരിക്കും അല്ലേ, ഒരു ചുവപ്പുമല്ല വെള്ളയുമല്ലാതെ ഒരു ചെങ്കല്ല് കളറാണ് സന്ധ്യാസമയത്തെ നിറം ആകാശത്തിൻ്റെ, അതാണ് സന്ധ്യ അഭ്രരുച. അതുപോലെ ഒരു ചെങ്കല്ല് നിറത്തിൽ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കും. ചന്ദ്രലേഖം, അർദ്ധചന്ദ്രക്കല ഉണ്ട്. ഇവയെല്ലാം ച ബിഭ്രതം, ധരിച്ചിരിക്കുന്ന അംഗേന, ശരീരത്തോടു കൂടിയ മഹാദേവനെയാണ് അവർ കണ്ടത് എന്ന്. അപ്പോൾ അടയാളമായിട്ട് ഭസ്മം, ദണ്ഡം, ജഡ, മാൻതോലൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ചന്ദ്രക്കലയുമുണ്ട്. സന്ധ്യാസമയത്തെ ആകാശം പോലെ ഒരു ചെങ്കല്ല് നിറത്തിൽ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മഹാദേവന്റെ ആ ശരീരത്തോടു കൂടിയ, ശരീരരൂപത്തോടു കൂടിയ മഹാദേവനെയായിരുന്നു ദേവന്മാരും ഇവരെല്ലാവരും, ഈ ബ്രഹ്മാവും ദേവന്മാരുമൊക്കെ കണ്ടത്. ശ്ലോകം 37. ഉപവിഷ്ടം ദർഭമയ്യാം ഭൃസ്യാം ബ്രഹ്മസനാതനം നാരദായ പ്രവോചന്തം പൃച്ഛതേ ശൃണ്വതാം സദാം. ഉപവിഷ്ടം, ഭഗവാൻ ഇരിക്കുന്നു. ദർഭമയ്യാം, ദർഭപുല്ലുകൊണ്ട് നിർമ്മിച്ച ഭൃസ്യാം, ഒരു ഇരിപ്പിടത്തിൽ, മെത്തയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതും ഇരുന്നിട്ട് ബ്രഹ്മസനാതനം, സനാതനം വളരെ ശാശ്വതമായ ആ എന്നും നിലനിൽക്കുന്ന ആ ബ്രഹ്മജ്ഞാനത്തെ നാരദായ പൃച്ഛതേ, നാരദൻ തന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് പ്രവോചന്തം, അതായത് പറഞ്ഞു കൊടുക്കുന്നു. ശൃണ്വതാം സദാം, ഒപ്പം ശൃണ്വതാം സനകാദി മഹർഷിമാർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പം നാരദമുനിയും ഉണ്ട് അവിടെ. നാരദ മഹർഷി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഭഗവാൻ മഹാദേവൻ ഇങ്ങനെ ഉത്തരം മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. പറയുന്നത് മുഴുവൻ ശാശ്വതമായ ആ ബ്രഹ്മജ്ഞാനമാണ്. അടുത്ത് നിൽക്കുന്ന സനകാദികൾക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട്, ഗുരുവായിരുന്നു കൊണ്ട്
നാരദര്, സനകാദി മഹർഷിമാർ, അതുപോലെ കുബേരനൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഭഗവാൻ നാരദർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായി ആ ശാശ്വതമായ ബ്രഹ്മജ്ഞാനത്തെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഗുരുവായിരുന്നിട്ട്. ആ ഒരു സമയത്താണ് ഈ ദേവന്മാരും ബ്രഹ്മാവും അവിടേക്ക് കയറി ചെല്ലുന്നത് എന്ന്. ശ്ലോകം 38. കൃത്വാ ഊരൗ ദക്ഷിണേ സവ്യം പാദപത്മം ച ജാനുനി ബാഹും പ്രകോഷ്ഠേ അക്ഷമാലാം ആസീനം തർക്കമുദ്രയാ. ഇനി ഇരിപ്പ് എങ്ങനെയാന്നാ പറയണത് കേട്ടാ. കൃത്വ കയറ്റി വെച്ചിട്ട്, ഊരൗ തുടമേൽ, ദക്ഷിണേ വലത്തെ തുടയുടെ മേല്, സവ്യം ഇടത്തെ പാദപത്മം താമരപ്പൂ പോലെയുള്ള ആ പാദം, വലത്തെ തുടയുടെ മേൽ ഇടത്തെ പാദം താമരപ്പൂ പോലെയുള്ള ആ പാദം കയറ്റി വെച്ചിട്ടുണ്ട്. ജാനുനി ഇടത് കാൽമുട്ടിൽ, ബാഹും കയ്യ് കൃത്വ വെച്ചിട്ടുണ്ട്, ഇടത് കാൽമുട്ടിൽ കയ്യും വെച്ചിട്ടുണ്ട്. അപ്പോൾ വലത്തെ തുടയിൽമേൽ ഇടതേ കാല് കയറ്റി വെച്ച് ആ ഇടത് കാൽമുട്ടിൽ കൈ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രകോഷ്ഠേ വലതു കൈയുടെ അഗ്രത്തിലായിട്ട് അക്ഷമാല, കയ്യിൽ അക്ഷമാലയുണ്ട്. പിന്നെ തർക്കമുദ്രയാന്ന് വെച്ചാൽ ജ്ഞാനമുദ്ര. ഇങ്ങനെ പിടിക്കില്ലേ നമ്മൾ, തള്ളവിരലും ചൂണ്ടുവിരലും ഇത് തമ്മിൽ ഇങ്ങനെ പിടിക്കുന്ന ആ ജ്ഞാനമുദ്രയും വലത് കൈയിൽ അക്ഷമാലയും പിടിച്ച് ആസീനം ഇരിക്കുന്ന ഇരിപ്പാണ് ഈ നാരദ മഹർഷിക്കും സനകാദികൾക്കും ആ ബ്രഹ്മജ്ഞാനത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇരിപ്പാണ് ദേവന്മാർ കണ്ടത്. അപ്പോൾ വലത് കാലിൽ തുടയിൽ മേൽ ഇടത് പാദം കയറ്റി വെച്ച് ആ ഇടത് കാൽമുട്ടിന്മേൽ കൈ വെച്ച് അതിൽ ആ കയ്യിൽ ഒരു കയ്യിൽ അക്ഷമാലയും മറ്റേ കയ്യിൽ ജ്ഞാനമുദ്രയും പിടിച്ചുകൊണ്ടിരുന്ന് നാരദർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായ സനാതനമായ ബ്രഹ്മജ്ഞാനത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ടൊരു ഗുരുവായി മഹാദേവൻ ഇരിക്കുന്നതാണ് കണ്ടത്. ഇത്രയും പേടിച്ച് ഇവർ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നത് ഭഗവാൻ എന്തോ ഒരു ഭയങ്കരമായ കോപത്തിൽ നിന്ന് സകലതും നശിപ്പിക്കുന്ന ആള് എന്ന രീതിയിലായിരുന്നു ഈ ദേവന്മാർ പേടിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നത്. ഇവിടെ വന്നപ്പോൾ അവർ മനസ്സിൽ സങ്കല്പിച്ച ഒരു മഹാദേവനെ അല്ല അവർ കൈലാസത്തിൽ വന്നപ്പോൾ കണ്ടത്. ഈ കണ്ട എന്താ പറയുക വെപ്രാളമൊക്കെ പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഭഗവാനെ ബാധിക്കാതെ വളരെ ശാന്തസ്വരൂപനായിട്ട് ഒന്നിനോടും ഒരു കോപമില്ലാത്ത അവസ്ഥയിൽ എല്ലാവർക്കും ആ ജ്ഞാനത്തെ പകർന്നു കൊടുക്കുന്ന ആ ഒരു ഗുരുവായിക്കൊണ്ട് ദക്ഷിണാമൂർത്തിയായിട്ട് ഭഗവാൻ ഇങ്ങനെ ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആ ഇരിപ്പ് നമുക്ക് മനസ്സിലൊന്ന് കാണാം അല്ലേ. അങ്ങനെ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ദേവന്മാരും ബ്രഹ്മാവും അവിടേക്ക് കയറി ചെല്ലുന്നത് എന്ന്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ